ആളുകൾ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രധാനമായും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നീടുള്ള ഒരു ദൂരം, അതായത് പഴയ നടക്കാവ് വഴി തന്നെയാണ് ഈ ഭൗതിക ശരീരം വഹിക്കൊണ്ടുള്ള വാഹനം കടന്നു പോരുന്നത്. ആ പഴയ നടക്കാവ് വഴിയാണ് ഇപ്പോഴും ഈ ആളുകളുടെ നീണ്ട നിരയുള്ളത് എന്നുള്ളതും ആണ് പ്രത്യേകമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് പിന്നീട് കൈതവന പഴവീട് വഴി തിരുവമ്പാടി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കും. അവിടെയും അരമണിക്കൂർ സമയം എന്ന് തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയവും കടന്നു പോകും, അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ നീങ്ങും എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ മറ്റുള്ള ഒരു പരിശ്രമം കൂടി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. അതായത് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വലിയ പന്തലും കൂടുതൽ ആളുകൾക്ക് അന്തിമഭോജനം അർപ്പിക്കാനുള്ള അവസരങ്ങളും എല്ലാം തന്നെ അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വേലിക്കകത്ത് വീട്ടിലൊപ്പം തന്നെ DC-യിലും അവിടെയെല്ലാം തന്നെ സ്ഥലപരിമിതിയുണ്ട്, സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തണമെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്, പാർട്ടി പ്രവർത്തകർ നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ മുമ്പും നേരത്തെ ആളുകൾ വന്നു പോയിട്ടുള്ളതാണ്, കൂടുതൽ ആളുകൾ വന്നു പോയിട്ടുള്ളതാണ്. ആലപ്പുഴയുമായി അഭേദ്യമായ ബന്ധമുള്ള ആളാണ് VS. ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട് മേഖലകളിൽ നിന്നും തന്നെ VS രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളാണ്. മുമ്പും നേരത്തെയും ഇതിന് സമാനമായ രീതിയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, കാർഷിക മുന്നേറ്റങ്ങൾ ഇതെല്ലാം തന്നെ നടത്തിയ ആ ഒരു സ്ഥലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതും പ്രത്യേകിച്ച് VS-ന്റെ വീട്ടിലെ വീട് ഒന്ന് കാണാൻ, വീട്ടില് വന്ന് നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കണമെന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവിടെ തന്നെ എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ ഇവിടെ ഉറക്കമുളച്ച് കാത്തിരുന്ന് VS-ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. തിരക്ക് ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല, ആളുകൾ വീണ്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് CPM-ന്റെ പാർട്ടിയുടെ സജീവമായ പ്രവർത്തനം തുടങ്ങിയ ആലപ്പുഴയുടെ മണ്ണിൽ, ആലപ്പുഴയുടെ ഡിവിഷൻ സെക്രട്ടറിയായ 1952 ചുമതല ഏൽക്കുമ്പോൾ അതിന് പിന്നിൽ കാലഘട്ടം വരെയും ഓരോ തരത്തിലും പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു ആളാണ് VS. ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി പിന്നീട് 59-ൽ പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും VS-ന്റെ മുന്നോട്ടുള്ള ഓരോ വളർച്ചയ്ക്കും പ്രേരകശക്തിയും ചാലകശക്തിയുമായി മാറിയത് ആലപ്പുഴയുടെ മണ്ണാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് കുട്ടനാടൻ കാർഷിക മേഖലകളിലേക്കെല്ലാം കടന്നു ചെന്ന് അവിടെ തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് VS-നെ കൂടുതൽ ജനകീയനാക്കിയത്. ഒപ്പമുണ്ടായിരുന്നവർ പിന്മാറിയപ്പോഴും P. കൃഷ്ണപിള്ള ചുമതലപ്പെടുത്തിയ അല്ലെങ്കിൽ ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായി നടപ്പാക്കി എന്നുള്ളതാണ്. പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ വിഭാഗീയതകൾക്കിടയിൽ പോലും പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു തത്വത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ജന്മിത്തത്തിനും ജാതിക്കുമെതിരെ പോരാടി കാർഷിക മേഖലയിൽ ന്യായമായ കൂലി, അത് അർഹതപ്പെട്ട കൂലി വേണം എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലെല്ലാം തന്നെ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു നേതാവ് കൂടിയാണ്, ഒരു സമര പോരാളി കൂടിയാണ് VS. അത് വിവിധ കാലഘട്ടങ്ങളിലെ ഇത്തരം സമര പരിപാടികളുടെ ഭാഗമായി വിവിധ കാലഘട്ടങ്ങളിൽ 5.5 വർഷത്തിലേറെ തടവ് ജീവിതം അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. 2015-ൽ കൊൽക്കത്തയിൽ നടന്ന 21-ാം പാർട്ടി കോൺഗ്രസിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായാധിക്യത്തെ തുടർന്ന് ഒഴിവാകുകയും ചെയ്ത് പിന്നീട് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവായി അങ്ങനെ പല തലങ്ങളിൽ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ്, നിയമസഭാ സാമാജികൻ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലെല്ലാം തിളങ്ങി പുന്നപ്പറ വയലാറുമായി പര്യായപ്പെട്ട സഖാവ്, സമരങ്ങളിൽ സമരമുഖത്ത് മുന്നിട്ട് നിന്ന സഖാവ്, കുട്ടനാടിന്റെ സാമൂഹ്യ ചരിത്രം മാറ്റിക്കുറിച്ച നേതാവ്, ജോലി സ്ഥിരതയ്ക്കും മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിനും സമരമുഖത്തെത്തി. അതുപോലെ തന്നെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ച് അത് പിന്നീട് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയനാക്കി വളർത്തിയ അത്തരത്തിൽ രാഷ്ട്രീയപരമായി നിലപാടുകൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പാർട്ടിയെ വളർത്തിയെടുക്കുകയും ചെയ്ത ഒരു നേതാവ് എന്നുള്ളതാണ് VS-ന് കൂടുതൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. കേവലമായ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളിൽ, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട, സ്ത്രീസമത്വവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ VS നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. VS മൂന്നാറിലേക്ക് വരുമ്പോൾ ഭാഗത്ത് ഞാൻ അവിടെ പെമ്പിള ഒരുമി സമരത്തിൽ, ഒപ്പം തന്നെ മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട സമരത്തിലെല്ലാം തന്നെ VS-ന്റെ വിപ്ലവ വീര്യം, VS-ന്റെ പ്രസംഗം അത് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരാൾ എന്ന് കൂടി വരുമ്പോൾ ഒരു വൈകാരികപരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് എനിക്ക് ഇവിടെ നിന്ന് VS-ന്റെ ഈ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഈ വാർത്ത അല്ലെങ്കിൽ VS-ന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ എത്തുമ്പോൾ
ആ ഒരു കാര്യം, ആ ഒരു വാർത്ത പങ്കുവെക്കുമ്പോൾ ഉള്ളത് എന്നുള്ളത് കൂടി സാന്ദർഭികമായി പറഞ്ഞു വെക്കാനും കൂടി ഉദ്ദേശിക്കുകയാണ്. എന്തായാലും അസാമാന്യമായ ഊർജവും അതിജീവന ശക്തിയും കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സംഭവ ബഹുലമായ ഒരു ജീവിതമായിരുന്നു VS-ന്റേത്. കേരളത്തിന്റെയും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രത്തിലെ സമരഭരിതമായ അധ്യായമാണ് അടഞ്ഞത്. ആ വിപ്ലവ സൂര്യൻ അന്തിമോപചാരം അർപ്പിക്കാനായി ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു. അതിരാവിലെ മഴയുണ്ടായിരുന്നു. മഴ പിന്നീട് മാറി നിന്ന കാഴ്ച കണ്ടു. ഒരു വെയിലായിരുന്നു. പിന്നീട് വീണ്ടും ഇപ്പോൾ VS വിട പറയാൻ ഒരുങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഈ വിലാപയാത്ര വീണ്ടും പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും മഴ ശക്തമായി പെയ്യുന്നു എന്നുള്ളത് കൂടി ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ നിന്ന് ഈ പൊതുദർശന ചടങ്ങുകൾ വേഗത്തിലാക്കി പിന്നീട് ഇവിടെ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിലാപയാത്ര പുറപ്പെടാനുള്ള ആ ഒരു തയ്യാറെടുപ്പുകളാണ് പാർട്ടി നേതാക്കന്മാർ, ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ, റെഡ് വോളണ്ടിയേഴ്സ്, പോലീസ് എന്നിവരെല്ലാം തന്നെ ചേർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. ശരി, സമരോജ്വലമായ ഒരു നൂറ്റാണ്ടിൻ്റെ തുല്യതയില്ലാത്ത ഒരു കാലയളവിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ പടിയിറക്കം കൂടിയാണ്. വേലിക്കകത്ത് വീട്ടിൽ അവസാനമായി തന്നെ സ്നേഹിക്കുന്ന മനുഷ്യരോട് വിട ചോദിക്കുകയാണ് VS അച്യുതാനന്ദൻ. റിപ്പോർട്ടിലേക്ക് കൂടി പോകുന്നു. VS-ന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വലിയ ചുടുകാടിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നൂറുകണക്കിന് പ്രവർത്തകർ നേരത്തെ തന്നെ വലിയ ചുടുകാടിൽ എത്തിയിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമര പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിലാണ് VS അച്യുതാനന്ദനും അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഒരു ക്രമീകരണം ഒരുക്കുന്നത്, ശരിയൊരുക്കുന്നതും മറ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവസാനമായിട്ട്, അതായത് വീടുകളിലും മറ്റുമൊക്കെ പോയ ആളുകളുണ്ട്, അല്ലാതെയൊക്കെ ഇവിടേക്ക് വന്ന ആളുകളുണ്ട്. എന്തായാലും വളരെ നേരത്തെ തന്നെ ആളുകളൊക്കെ ഇവിടേക്ക് വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് VS-ന് അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. അതെ, പുള്ളിയുടെ അന്ത്യവിശ്രമം ഇവിടെ തന്നെ പറയാനില്ല. VS താൻ പോരാടി നേടിയ ഒരു പുന്നപ്ര വയലാർ സമര നേതാവായിരുന്നു. അവിടേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ് പുള്ളി. ഞാൻ പറയുന്നത് എന്ത് പറയാണ്ട, ഇനി ഒന്നും ഇല്ല പുള്ളി പറയാൻ. ഇപ്പം എല്ലാവരും കൂടെ ജീവിക്കുന്നു മാത്രം പറയാം. ജീവിച്ചു മരിച്ച മനുഷ്യനാണ്, ജീവിച്ചു മരിച്ച ജനങ്ങൾക്ക് വേണ്ടി, സ്വന്തമായിട്ട് ജീവിച്ചല്ല. ഇവിടെ അതിൻ്റെ ക്രമീകരണങ്ങൾ, വലിയ ചുടുകാടിൽ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. പാർട്ടി നേതാക്കളും മറ്റ് പ്രവർത്തകരുമൊക്കെ ചേർന്നുകൊണ്ടാണ് ബാക്കി അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. പോലെ തന്നെ നമുക്ക് കാണാം, ആ രാമച്ചമൊക്കെ നിരത്തിക്കൊണ്ട് ആണ് ആ ചിതയൊരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ചുറ്റുമായി VS എന്നും ഒപ്പം തന്നെ അരിവാൾ ചുറ്റികയും ഒക്കെ പതിച്ചുകൊണ്ടുള്ള ആ രീതിയിലാണ് ആ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. VS-ന് അന്ത്യവിശ്രമം കൊള്ളേണ്ടത് ഇവിടെയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾക്ക് എങ്ങനെ പൂർത്തിയായിട്ടുണ്ടോ? അത് പാർട്ടിയുടെ DC ആണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നാസറാൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഒത്തിരി രക്തസാക്ഷികൾ കുടികൊള്ളുന്ന ഒരു മണ്ണാണ്. പുന്നപ്ര വയലാറിൻ്റെ തുലാം 10 വെടിവെപ്പ് നടന്ന സ്ഥലമാണ്. 23-ൻ്റെ വെടിവെപ്പ്. നമുക്ക് കാണാം, ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ നിന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏകദേശം കരിമിനി വൈകുന്നേരം ഇന്ന് തന്നെ സംസ്കാരം രാത്രിക്ക് മുൻപ് തന്നെ നടന്നപ്പോൾ ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ടോ? ഏകദേശം ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ബോഡി ഇപ്പം VS-ൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു പാർട്ടി DC ഓഫീസ്, അതിനുശേഷം നമ്മുടെ റിക്രേഷൻ ഗ്രൗണ്ട് വൈകിട്ടോടുകൂടി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 24 മണിക്കൂർ എടുത്തു ആ ഒരു ഈ വിലാപയാത്ര പൂർത്തിയാക്കാൻ. ഇവിടെയും വലിയൊരു ജനത്തിരക്ക് തന്നെ ആയിരിക്കും. അതെ. ഇപ്പോൾ VS-ൻ്റെ വീട്ടിലും വളരെ ജനത്തിരക്കാണ്. പാർട്ടി DC ഓഫീസിലും അതിനേക്കാൾ വലിയ തിരക്കാണ്. ഇപ്പോൾ തന്നെ ഇവിടേക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ, VS സ്നേഹിച്ചിരുന്നവർ, VS-നെ സ്നേഹിച്ചിരുന്നവരായിട്ടുള്ള നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ തന്നെ ഇവിടേക്ക് നിറഞ്ഞെത്തി നിൽക്കുകയും ചെയ്യുന്നത്. VS-ന് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെയാണ് ഒരുക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വേദനാജനകമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. VS-നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 കഴിഞ്ഞ് അദ്ദേഹം
പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, ഏറ്റവും കൂടുതൽ മിച്ചഭൂമി സമരം, അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തിലെ മിച്ചഭൂമി സമരം ജീവിതത്തിലൊന്നും മറക്കാൻ, എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ പോയി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരെയെല്ലാം സ്മരിച്ചുകൊണ്ടാണ് ഞാനിപ്പം ആ സഖാവിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ രണഭൂമിയിൽ ഞാൻ നിൽക്കുന്നത്. എനിക്ക് അഭിമാനം തോന്നുന്നു ഈ സമയം എനിക്ക് വരുവാൻ സാധിച്ചത്. ഈ VS ആക്കി മാറ്റിയതാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ആ രക്തസാക്ഷികളുടെ ഓർമ്മ നിലകൊള്ളുന്ന മണ്ണിലേക്ക് മടങ്ങുകയാണ്. തീർച്ചയായിട്ടും അതെ. പിന്നെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലാണ്. അവരാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഊർജ്ജം. അവർ നയിച്ച പാതയിലൂടെയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. ഈ ആളുകൾക്ക് പറയാൻ, അതായത് ഇദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവിടെയും മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടതുപോലെ കുഞ്ഞ് മക്കളെയൊക്കെ കൊണ്ട് തന്നെ ആളുകളൊക്കെ ഇവിടേക്കും എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇനി ഒരുപക്ഷെ സംസ്കാര ചടങ്ങിന് ശേഷമായിരിക്കും അല്ലേ മടങ്ങുക? അതുവരെ ഞങ്ങൾ ഇന്നലെ മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയ ഞങ്ങളുടെ സഖാവിന് ഞങ്ങൾ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. അവിടുന്ന് അതിൻ്റെ കൂടെ വന്ന് ഞങ്ങൾ വലിയ ചുടുകാട്ടിൽ ഇവിടെ നിൽക്കുകയാണ്. VS-നെ കുറിച്ച് പറയാനൊന്നുമില്ല. നേതാവ് കരുണ VS അത്രയ്ക്കും ഭയങ്കര സ്നേഹമുള്ള പാവത്താനാണ്. അത് തന്നെയാണ് പറയുന്നത്. അതായത് VS എന്ന് പറയുമ്പോൾ അത് പുന്നപ്ര വയലാർ സമരങ്ങളുടെ ഉറച്ച നേതാവായിരുന്നു, നിലപാടുകളുടെ ഒരു രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അതായത് തൻ്റെ നിലപാടുകൾ അത് പാർട്ടിക്ക് വ്യക്തമാക്കി കൊടുത്ത് അത് തിരുത്തേണ്ടിടത്തൊക്കെ തിരുത്തി വന്നതാണ്. ആ VS-ന് ഇനി അന്ത്യവിശ്രമം കൊള്ളുക വലിയ ചുടുകാടിൽ ഒരുക്കുന്ന ഈ പ്രത്യേക ആയിട്ടുള്ള ഈ സ്ഥലത്തായിരിക്കും. അതായത് ഇവിടെ ഉറങ്ങുന്നതെല്ലാം CPM പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പാർട്ടിക്ക് വലിയ സംഭാവനകൾ ചെയ്ത നേതാക്കൾ, രക്തസാക്ഷികളൊക്കെ തന്നെയാണ്. അവസാനമായി ഗൗരിയമ്മയ്ക്കായിരുന്നു ഇവിടെ സംസ്കാര ചടങ്ങുകൾ ഒരുക്കി. അതിനുശേഷം ഇപ്പോൾ VS-ഉം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് രാത്രിക്ക് മുൻപ് ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ TV തോമസിൻ്റെയും PT പുന്നൂസിൻ്റെയും ഒക്കെ അന്ത്യവിശ്രമ ഭൂമിക്ക് സമീപത്ത് തന്നെയാണ് VS-ൻ്റെ സംസ്കാരവും നടക്കുക. വലിയ ചുടുകാട്ടിൽ പ്രത്യേക സ്ഥലം പുന്നപ്ര സമരനായകന് വേണ്ടി പാർട്ടി തന്നെ ഒരുക്കിയിട്ടുണ്ട്. പുന്നപ്ര സമരനായകർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് ശ്മശാനം VS-ൻ്റെ പേരിൽ ആണ് എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് ഇവിടെ നടക്കാറ്. ഈ സ്മാരകത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകം വേർതിരിച്ച ഭൂമിയുണ്ട്. അവിടെയാണ് VS-ൻ്റെയും സംസ്കാരം നടക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ സമയം അതിപ്പോഴും നിശ്ചയിച്ചിട്ടില്ല. അതിനൊരു സമയം നിശ്ചയിക്കാൻ ഇപ്പോഴും പാർട്ടി വലിയ പ്രയാസം അനുഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുന്നപ്ര സമര നേതാവായിരുന്ന PK ചന്ദ്രാനന്ദൻ, KR ഗൗരിയമ്മ തുടങ്ങി പ്രമുഖ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ വലിയ ചുടുകാട്ടിലാണ്. എന്നാൽ അതിൻ്റെ പുന്നപ്ര സമരനായകനായ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായ VS-നായി പ്രത്യേക സ്ഥലം പാർട്ടി നേരിട്ട് തന്നെ തയ്യാറാക്കുകയായിരുന്നു. വലിയ ചുടുകാട്ടിൽ പ്രവേശന ഗേറ്റിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് ഇപ്പോൾ VS-ൻ്റെ സംസ്കാരം നിശ്ചയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ VS-നായി പ്രത്യേക സ്മാരകം ഉയരുമോ അല്ലെങ്കിൽ തയ്യാറാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. പക്ഷേ അത് ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. വലിയ ചുടുകാട്ടിൽ എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയത്. പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. മകൻ അരുൺകുമാർ തന്നെയായിരിക്കും ചിതയിൽ തീ പകരുക. മറ്റു പ്രധാനപ്പെട്ട ഈ സംസ്കാരത്തിനൊപ്പം മറ്റെന്തെങ്കിലും ചടങ്ങുകൾ ഉള്ളതായുള്ള വിവരങ്ങളില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്ക് നിൽക്കാനായി പ്രത്യേക പന്തൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്.